ഇറാൻ ശക്തമായ പ്രതിരോധം തീർക്കുന്ന ഘട്ടത്തിൽ പോലും ഇപ്പോൾ അവിടെ നിന്ന് അത്ര രസകരമല്ലാത്ത വാർത്തകൾ പുറത്തു വരുന്നു. അവിടുത്തെ പ്രതിരോധ മന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ അമീർ നാസിർ സദേഹ് കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രതിരോധ മന്ത്രി തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതേസമയം പരമോന്നത നേതാവിനെ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതിനാൽ സുരക്ഷിതരാണ് എന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പരമോന്നത നേതാവും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ റവല്യൂഷണറി ഗാർഡിൻ്റെ കമാൻഡർ മുഹമ്മദ് ഫഗീറിനും കൊല്ലപ്പെട്ടതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലാണ് ഈ വിദേശകാര്യമന്ത്രി പലരും സുരക്ഷിതരാണ് എന്ന വിവരങ്ങൾ നൽകുന്നത്. പക്ഷേ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ഈ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇറാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ്. അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ ഭരണകർത്താക്കളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമില്ല. ഇറാന് മറ്റൊരു തിരിച്ചടി വന്നത് അവിടെ ഈ സ്കൂളുകൾക്ക് നേരെ നടന്ന ഒരു ആക്രമണമാണ്. മിനാഹിൽ ഒരു എലിമെൻ്ററി സ്കൂളിന് നേരെ നടന്ന ആക്രമണത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള മരണസംഖ്യ 53 ഉയർന്നു എന്നത് ഒരു ഈ യുദ്ധത്തിൽ ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാഷ്വാലിറ്റി എന്ന നിലയിൽ ആളുകളെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഇറാൻ തിരിച്ചടിക്കും എന്ന നിലപാട് ആവർത്തിച്ച് പറയുന്നു. വിദേശകാര്യമന്ത്രി അറാഗ്ചി പറയുന്നത് പരമോന്നത നേതാവും അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥരും സുരക്ഷിതരായി തന്നെ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഇറാൻ ഈ തിരിച്ചടി തുടരുന്ന ഘട്ടങ്ങളിൽ മധ്യ ഇസ്രായേലിൽ സൈറണുകൾ മുഴങ്ങുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാനി മിസൈൽ തുടരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാനിൻ്റെ മിസൈൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ഇസ്രായേൽ നൽകിയിട്ട് പ്രത്യേകിച്ച് ഈ ഇസ്രായേലിൻ്റെ മധ്യഭാഗത്തേക്കാണ് ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ എയർ റൈഡ് സൈറണുകളാണ് മുഴങ്ങുന്നത്. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ നൽകുന്നു. എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ അത് തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. ആളുകളോട് ഈ ഷെൽട്ടർ ആവശ്യമെങ്കിൽ ആ ഘട്ടത്തിലേക്ക് നീങ്ങണം. അതുപോലെ ഹോം ഫ്രണ്ട് കമാൻഡിൻ്റെ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ അനുസരിക്കണം എന്ന നിർദ്ദേശം നൽകുന്നു. അതോടൊപ്പം ഈ ഡെഡ് സീ റീജിയണിലും ചില ഡോൺ ഇൻഫിൽട്രേഷനുകൾ വന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വളരെ സംഘടിതമായ ഒരു ആക്രമണം പല കോണുകളിൽ നിന്ന് ഇറാൻ നേരിടുന്നു എന്നാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ സെലൻസ്കിയുടെ പിന്തുണ അമേരിക്കയ്ക്ക് വരുന്നു. ലോകം രണ്ട് ചേരിയിലേക്ക് മാറുന്നു എന്നതിൻ്റെ അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള സൂചനകളുടെ ഭാഗമായി പല രാഷ്ട്രങ്ങളും ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ പ്രഖ്യാപിച്ച് വരുന്നു. അതോടൊപ്പം തന്നെ IDF ഒരു ഇറാനിലേക്ക് ഒരു വേവ് ഓഫ് സ്ട്രൈക്സ് എന്ന രീതിയിൽ ഒരു പ്രവാഹം ആക്രമണങ്ങളുടെ ഒരു പ്രവാഹം നടത്തിയതിൻ്റെ ഒടുവിലത്തെ വിവരങ്ങൾ ഇപ്പോൾ വരുന്നു. സ്ട്രാറ്റജിക് ഇറാനിയൻ ഡിഫൻസ് ലൊക്കേഷനുകൾ ശ്രദ്ധയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. അഡ്വാൻസ്ഡ് SA-65 എയർ ഡിഫൻസ് സിസ്റ്റം ആണ് ഇപ്പോൾ ഇത് തടയാനായി ഇറാൻ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. കെർമൻഷാ എന്ന പ്രദേശത്ത് അതായത് പടിഞ്ഞാറൻ ഇറാനിലുള്ള ഈ കെർമൻഷാ ഏരിയയിലാണ് ഈ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അവിടെ ആ നിലയിൽ ഈ വരുന്ന ആക്രമണങ്ങൾ തടയാനുള്ള തീവ്രമായ ശ്രമം ഇറാൻ നടത്തുകയും ചെയ്യുകയാണ്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് വിട്ടുകൊടുക്കാനുള്ളൊരു തീരുമാനമില്ല. വളരെ വേഗം ഇറാൻ കീഴടങ്ങും എന്ന പ്രതീക്ഷ അമേരിക്കയ്ക്ക് വെച്ചു പുലർത്തിയിരുന്നെങ്കിലും അത് അങ്ങനെ സാധ്യമാകുമോ എന്ന സംശയങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വരികയാണ്. മധ്യേഷ്യയിലെ പല കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടക്കുന്നു. റിയാദിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിയാദിലും ആക്രമണം നടന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം അമേരിക്കയുടെ 4 തന്ത്രപ്രധാനമായ എയർ ബേസുകൾ കേന്ദ്രീകരിച്ച് നിരന്തര ആക്രമണങ്ങളുണ്ടാകും. ബഹ്റിനിലെ അമേരിക്കയുടെ നേവൽ ആസ്ഥാനം കേന്ദ്രീകരിച്ചും തുടർ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന ഒരു സൂചന തന്നെ വരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും ആ തരത്തിലുള്ള നീക്കങ്ങളും വളരെ പ്രകടമായി തന്നെ ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കരുതിക്കൂട്ടി തയ്യാറെടുപ്പുകൾക്ക് ശേഷം നടത്തുന്ന ഒരു ആക്രമണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ ലോകരാജ്യങ്ങളുടെ ഒരു നിലപാട് ഇടപെടൽ എത്ര പെട്ടെന്ന് ഉണ്ടാകും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സമാധാനം
എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ അത് എത്ര വേഗത്തിൽ എങ്ങനെ ആരുടെ ഭാഗത്തു നിന്ന് അതിന് ഒരു മുൻകൈ ഉണ്ടാകും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ പല ഇടങ്ങളിലും വയ്ക്കുന്നു. പലരും ഇതിനെ ആക്രമണത്തെ അവലംബിക്കുന്നു. ഈ പ്രശ്നങ്ങൾ സമാധാനപൂർവ്വമായി ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന ആവശ്യമുയർത്തുന്നെങ്കിലും പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി എങ്ങനെ സമാധാനം എത്ര പെട്ടെന്ന് സാധ്യമാകുമെന്ന വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അനുശ്രീ, മനു, അതുപോലെ തന്നെ ഈ ആക്രമണം എപ്പോൾ അവസാനിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത് നമ്മുടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ പുലർച്ചെ 4 മണിയോടുകൂടി ഇസ്രയേലും അമേരിക്കയും ആക്രമണം അവസാനിപ്പിക്കുകയാണെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണവും തങ്ങൾ അവസാനിപ്പിക്കാമെന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലൊരു പ്രതികരണവും ഇപ്പോൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇനി നാളത്തേക്ക് എന്ത് പ്രതീക്ഷിക്കണം നമ്മൾ? ഇതിൽ അങ്ങനെ ഒരു പ്രതികരണം നടന്നെങ്കിലും പക്ഷേ ഇതിന് അമേരിക്ക ഒരു വെള്ളപ്പതാക ഉയർത്തുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ട്രംപ് ഇതിൽ വ്യക്തമായി ഒരു കാര്യം പറയുന്നു, ന്യൂക്ലിയർ ഡീൽ അവസാനിച്ചിരിക്കുന്നു. ഇത് ഒരു ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറ്റ്സ് എ ഫ്രീഡം ഫോർ ഇറാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകണം. ഭരണമാറ്റം ഉണ്ടായി അവിടുത്തെ ജനങ്ങൾ ഒരു സർക്കാർ അവിടെ നിലവിലുള്ള ഈ പുരോഹിത നേതൃത്വത്തിൽ നിന്ന് മാറി അവിടെ ജനങ്ങളുടെ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാകുന്നത് വരെ ഈ പോരാട്ടം തുടരുമെന്ന് ട്രംപ് ഏറ്റവും ഒടുവിൽ വാഷിംഗ്ടൺ പോസ്റ്റിനാണ് ഇത് സംബന്ധിച്ചൊരു അഭിമുഖം ചെറിയ തോതിൽ ഫോണിലൂടെ കൊടുത്തത്. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇറാനെ സ്വതന്ത്രമാക്കുക, അവിടുത്തെ ജനങ്ങളിലേക്ക് അധികാരം കൊടുക്കുക എന്നാണ് തൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കുന്നത്. അവിടെ ഈ മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ അല്ലെങ്കിൽ ഈ യുദ്ധ സംവിധാനങ്ങളുടെയൊക്കെ ഏക ലക്ഷ്യം അതുമാത്രമാണ്. അതിലൂടെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അപ്പം തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇത് പെട്ടെന്ന് അവസാനിക്കില്ല എന്ന സൂചന തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകൾ നൽകുന്നത്. ഭരണമാറ്റം ഇറാനിൽ ഉണ്ടാകാതെ അവിടെ ഇനി പ്രശ്നപരിഹാരം ഇല്ല എന്ന നിലപാട് ട്രംപ് എടുക്കുമ്പോൾ അത് ഈ യുദ്ധം കൂടുതൽ നാൾ നീളും എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണം കൂടുതൽ കടുത്തതാകുന്നു. ഇതിൽ ഏറ്റവും ഒടുവിൽ എനിക്ക് ലഭിക്കുന്ന ചില വിവരങ്ങളനുസരിച്ച് ഈ ഹോർമോസ്ഗാൻ പ്രദേശത്ത് ഹോർമോസ്ഗാൻ പ്രദേശത്ത് വലിയ തോതിൽ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു. ഹോർമോസ്ഗാൻ പ്രോവിൻസ് എന്ന് പറയുന്നത് ഇറാനിലെ ഈ തെക്കൻ ഭാഗത്തുള്ള ഒരു പ്രവിശ്യയാണ്. അവിടെ നടന്ന ആക്രമണങ്ങൾ ഏതാണ്ട് 70 പേർ കൊല്ലപ്പെട്ടു. ഈ തെക്കൻ പ്രവിശ്യയിലാണ് മിനാബ് ഉള്ളത്. അവിടെയാണ് 53 കുട്ടികൾ ഉൾപ്പെടെയുള്ള ആ എലിമെൻ്ററി സ്കൂളിലെ വിദ്യാർത്ഥികൾ മരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് മറ്റാളുകളും ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യമുണ്ട്. 90ഓളം ആളുകൾ അങ്ങനെ പരിക്കേറ്റിരിക്കുന്നു. 70ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ട്രംപ് വാഷിംഗ്ടൺ പോസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യം, ഐ വോണ്ട് എ സേഫ് നേഷൻ എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് അവർക്ക് അമേരിക്ക സുരക്ഷിതമായ ഒരു രാജ്യമായി നിൽക്കണം, അതിനുവേണ്ടി താൻ പോരാടുന്നു. മറ്റൊന്ന് ഫ്രീഡം ഓഫ് ദി പീപ്പിൾ എന്നാണ് പറയുന്നത്. അവിടെ ഇറാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി താൻ പോരാടുന്നു എന്ന ഒരു കമൻറ്റ് കൂടിയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന. ഒരു ചെറിയ സന്ദേശമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ തൻ്റെ അമേരിക്ക എന്ന രാജ്യത്തെ സുരക്ഷിതമാക്കുക, ഒപ്പം ഈ ഇറാനിൽ ഒരു ഭരണമാറ്റമുണ്ടായി അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് തൻ്റെ ലക്ഷ്യം, എന്നാണ് ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. മാത്രവുമല്ല ഈ എല്ലാ സന്ദേശങ്ങളിലും അവിടുത്തെ ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഉയർന്നു വരാനും ഈ ഭരണം കൈയാളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും അവിടുത്തെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രതികരണങ്ങൾ ട്രംപിൻ്റെ ഉണ്ടാകുന്നു. ഇത് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഏക അവസരമാണ് എന്ന് ഓർമ്മപ്പെടുത്തലും ഒക്കെ ട്രംപ് നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാനിലെ ഒരു ഭരണമാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം അമേരിക്ക നടത്തുന്നു. അതുകൊണ്ട് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ച് പുറകോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. മറിച്ച് അവിടെ ഒരു സ്ഥായിയായ ഭരണമാറ്റം ഉണ്ടാക്കുക എന്നത്, ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുക, അതിന് നിലവിലെ ഭരണ സംവിധാനത്തെ മാറ്റുക എന്ന ഒരു ലക്ഷ്യമാണ് ട്രംപിനുള്ളത്. അത് നടപ്പിലാകുന്നതുവരെ ഈ യുദ്ധം തുടരും എന്ന സൂചന തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുശ്രീ.